ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ IVF ജേണിയാണ്. എഗ് റിട്രീവലിന് മുൻപ് വരെയുള്ള എൻ്റെ IVFൻ്റെ ഓരോ സ്റ്റെപ്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ആദ്യം തന്നെ എനിക്ക് IVF ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ AMH ലെവൽ വളരെ ലോ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട, വീണ്ടും ഒരു റിസ്ക് അല്ല, എന്നാലും വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് IVFലോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം AMH ലെവൽ കുറവുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പം ഇതിനു മുൻപ് എനിക്ക് 2 IUI ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 IUIയും ഫെയിലായിരുന്നു. പിന്നെ HSG അഥവാ ട്യൂബ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു, അതും നോർമലായിരുന്നു. പിന്നെയും ഞാൻ കൺസീവ് ആകാതെ വന്നതുകൊണ്ടാണ് നമ്മൾ AMH ലെവൽ നോക്കി അത് ലോ ആയത് കണ്ടതുകൊണ്ട് IVFലോട്ട് കടന്നത്. അപ്പം IVFൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ആയിരിക്കും. അപ്പം എൻ്റെ ഈ മന്ത് ഫെബ്രുവരി 2 എൻ്റെ സെക്കൻഡ് ഡേ, ഫെബ്രുവരി 3. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഞാൻ കോട്ടയത്തൊരു ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലായിരുന്നു ചെക്കപ്പ് ചെയ്യുന്നത്. ഞാനൊരു 6 മന്തിന് മേളിലായി അവിടെ തന്നെ കാണിക്കുന്നു. അവിടെ തന്നെയാണ് എൻ്റെ 2 IUIയും കഴിഞ്ഞത്. അപ്പം അവർക്ക് എൻ്റെ ഹിസ്റ്ററിയും എല്ലാം കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് ഡയറക്റ്റ് IVFലോട്ട് കടന്നു, വേറെ ചെക്കപ്പൊന്നും ചെയ്യാതെ. ലൈക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ എൻ്റെ ഓൾറെഡി അവിടെ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു IUIക്ക് വേണ്ടി. അപ്പം നമ്മൾ സെക്കൻഡ് ഡേ ചെന്നിട്ട് IUIക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് നോക്കുമല്ലോ, അത് കൂടാതെ വേറെ കുറച്ചും കൂടെ ഹോർമോണൽ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് അവരെൻ്റെ സ്കാൻ ചെയ്ത് നോക്കും, നമുക്ക് വജൈനൽ വഴി സ്കാൻ ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ മന്തിൽ എത്ര ഫോളിക്കിൾസ് ഉണ്ടെന്ന് നോക്കും. അപ്പം ഈ മന്തിൽ എൻ്റെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് ഒരു 12 ഫോളിക്കിൾസ് കണ്ടു. അപ്പം ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ AMH കുറവുള്ളവർക്ക് ഒരുപാട് ഫോളിക്കിൾസ് കിട്ടില്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 12 ഫോളിക്കിൾസ് കണ്ടത് 2 ഓവറിയിലും കൂടെ, ലെഫ്റ്റിലും റൈറ്റിലും കൂടെ. അതിന് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇഞ്ചെക്ഷൻസ് എടുത്ത് അവിടെ ബേസിക്കലി 10 ഡേയ്സ് കൊടുക്കും. എന്നിട്ട് 10 ഡേ കഴിഞ്ഞിട്ടാണ് സ്കാൻ ചെയ്തിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെന്ന് നോക്കുന്നത്. അപ്പം എനിക്ക് സെക്കൻഡ് ഡേ തൊട്ട് സ്റ്റിമുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം എനിക്ക് സെക്കൻഡ് ഡേ സ്കാനിങ് ചെയ്തു. പിന്നെ എൻ്റെ 6th ഡേ, പീരീഡ്സിൻ്റെ 6th ഡേ സ്കാൻ ചെയ്തു. പിന്നെ 9th ഡേ ഉണ്ടായിരുന്നു സ്കാനിങ്. പിന്നെ 10th ഡേ ആയിരുന്നു. 10th ഡേ സ്കാൻ ചെയ്തിട്ട് കുറച്ചും കൂടെ എല്ലാ ഫോളിക്കിൾസിനും കുറച്ചും കൂടെ കുറേ എല്ലാം ഒരു 23, 24 റേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ചിലത് 19, 18 ആ ഒരു റേഞ്ച് വന്നപ്പം അതും കൂടെ ഒന്നൊരു 20യിൽ എത്താൻ വേണ്ടി അവർ ഒരു ദിവസം കൂടെ എനിക്ക് ഇഞ്ചെക്ഷൻസ് പോകാൻ പറഞ്ഞു. അങ്ങനെ 11th ഡേ വന്നിട്ട് എനിക്ക് പിറ്റേ ദിവസം, ഇപ്പം 11th ഡേ വന്ന് അന്ന് രാത്രി 10:30 ട്രിഗർ ഷോട്ട് തരാം എന്ന് പറഞ്ഞത്. അപ്പം അത് നമുക്ക് വീട്ടിൽ കൊണ്ട് പോകാൻ തന്നു. വീട്ടിൽ വന്നിട്ട് രാത്രി കറക്റ്റ് 10:30 നമ്മൾ ട്രിഗർ ഷോട്ട് എടുക്കണം. അങ്ങനെ എൻ്റെ ട്രിഗർ ഷോട്ടും എല്ലാം കഴിഞ്ഞിട്ട് ഫെബ്രുവരി 15 എൻ്റെ എഗ് റിട്രീവൽ ഡേ പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മേ ബി ഈ വീഡിയോ ഇടുമ്പം എൻ്റെ എഗ് റിട്രീവൽ ആ ഒരു ദിവസം കഴിഞ്ഞ് കാണും. ഞാൻ അതിൻ്റെ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയായിരുന്നു എൻ്റെ IVFൻ്റെ എഗ് റിട്രീവലിന് മുൻപ് വരെയുള്ള കാര്യങ്ങൾ. അതിൽ ഏതൊക്കെ ബ്ലഡ് ടെസ്റ്റാണ് ചെയ്തതെന്നുള്ളത് അതിൻ്റെ അവർ ഇത് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ, റെസിപ്റ്റ്. അത് നോക്കി ഞാൻ വൃത്തിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും. ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ IVFലോട്ട് കടക്കാൻ പോവുകയാണെങ്കിലോ അഥവാ IVFൻ്റെ പ്രൊസീജിയേഴ്സ്, ഇഞ്ചെക്ഷൻസൊക്കെ നടന്നു പോകുന്നവരാണെങ്കിലോ എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് റിലാക്സ്. മുൻവിധികളോടൊന്നും ഇറങ്ങിത്തിരിക്കരുത്. എല്ലാം പോസിറ്റീവ് ആകും. ദൈവത്തിൻ്റെ കയ്യിൽ നേച്ചറിനെ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. പിന്നെ
എനിക്കറിയാം എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളും ഒരുപാട് സോഷ്യൽ ബുള്ളിയിങ്സ് നേരിട്ടവരായിരിക്കുമല്ലോ നമ്മൾ IVFലോട്ട് കടന്നവർ. അപ്പം ജസ്റ്റ് അതെല്ലാം മാറ്റി വെക്കുക. നമ്മൾ നമ്മുടെ ഫാമിലിയും എല്ലാം ദൈവത്തെ വിശ്വസിച്ച് എല്ലാം നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. നമുക്ക് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ IVF ജേർണിയിൽ സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളത്. ഇനിയുള്ള ഓരോരോ സ്റ്റെപ്സും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.